നമസ്കാരം. കണ്ണൂരിൽ പി ജയരാജന് വൻ പിന്തുണയാണുള്ളത്. പല ആവർത്തി ഒതുക്കൽ നേരിട്ടിട്ടുള്ളയാളാണ് പി ജെ. എങ്കിലും അദ്ദേഹത്തിനുള്ള അണികളുടെ പിന്തുണ കനലായി എരിയുകയാണ്. ഒരു വശത്ത് പിണറായി പൂജ നടക്കുമ്പോഴും പി ജയരാജനെ ഒതുക്കാൻ വ്യക്തിപൂജ പാടില്ല എന്ന നിലപാടായിരുന്നു പിണറായിയുടെ പാർട്ടി കൈക്കൊണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായതെന്ന അഭിപ്രായം ഉയരുമ്പോൾ തന്നെ കണ്ണൂരിൽ പി ജയരാജൻ കരുത്തനായേക്കുമെന്ന സാധ്യത ചർച്ചയാവുകയാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പിണറായിക്കായി വലിയ പ്രതിരോധം തീർക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കരുതെന്നാണ് ഗോവിന്ദൻ ആവശ്യപ്പെട്ടത്. പിണറായിയെ പിന്തുണയ്ക്കുന്നവരെ ചിന്നിച്ചിതറാൻ അനുവദിക്കാതെ കണ്ണൂരിൽ അപ്രമാദിത്വം തുടരാനാണ് ഗോവിന്ദന്റെ ശ്രമം. ഓരോ വ്യക്തിക്കും പ്രത്യേക ശൈലി ഉണ്ടാവുക സാധാരണമാണെന്ന് ഗോവിന്ദൻ പറയുന്നു. അത് പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല, എന്നാൽ മാറ്റേണ്ട ചിലതുണ്ട്. പ്രവർത്തകരുടെ ആഗ്രഹത്തിനൊത്ത് ശൈലി മാറാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു മൈക്ക് ഓപ്പറേറ്ററെയും ശാസിച്ചിട്ടില്ല എന്ന് തനിക്കെതിരെ ഉയർന്ന മൈക്ക് വിവാദത്തിന് മറുപടിയായി ഗോവിന്ദൻ പറഞ്ഞു. ഫലത്തിൽ പിണറായിയുടെ ശൈലി മാറ്റം അതിവേഗം നടക്കില്ല എന്ന സന്ദേശമാണ് ഗോവിന്ദൻ നൽകുന്നത്. മാത്രമല്ല തന്റെ ഭാഗം സേഫാക്കുകയും ചെയ്തു. ഏകദേശം എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിരുദ്ധ വികാരം ശക്തമായിരിക്കുകയാണ്. എറണാകുളത്തും പത്തനംതിട്ടയിലും കൊല്ലത്തുമെല്ലാം അംഗങ്ങൾ ശക്തമായ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതൊക്കെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെത് മാത്രമാവാൻ സാധ്യതയില്ല. ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നേരിടുന്നത് പിണറായിയും മറ്റുമൊന്നും അല്ലല്ലോ. വീണ്ടും പാർട്ടിയിൽ വിഭാഗീയതയുണ്ടാകുന്നു എന്ന വിലയിരുത്തലിലാണ് പിണറായി ക്യാമ്പ്. ഇതിനെ സംഘടനാ കരുത്തിൽ മുളയിലെ നുള്ളാനാണ് തീരുമാനം. എറണാകുളത്തും പത്തനംതിട്ടയിലും കണ്ണൂരിലും ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി പിണറായി ആണെന്ന തരത്തിലാണ് ചർച്ചകൾ ഉയരുന്നത്. കണ്ണൂരിലേത് അതിരുവിട്ട പ്രതികരണമാണെന്ന നിലപാട് മുഖ്യമന്ത്രിക്കുണ്ട്. KK ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന ജനമുണ്ട് എന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പി ജയരാജൻ പറഞ്ഞിരുന്നു. ഇതും വ്യാപകമായി ചർച്ചയായി. പാർട്ടിയിൽ വീണ്ടും വിഭാഗീയത തലപൊക്കാനുള്ള സാധ്യതയായാണ് ഇതിനെ പിണറായി വിഭാഗം കാണുന്നത്. അതുകൊണ്ട് തന്നെ മുൻപ് വിഭാഗീയത ഇല്ലാതാക്കാനായി നടത്തിയതിന് സമാനമായ വെട്ടിനിരത്തലുകൾ വീണ്ടും ഉണ്ടായേക്കും. വിമർശനം ഉന്നയിക്കുന്നവരെ എല്ലാം നിരീക്ഷിക്കാനും സംവിധാനം വരും. വിഭാഗീയത ഇല്ലാതായതുകൊണ്ടാണ് തുടർ ഭരണം സാധ്യമായത്. ലോക്സഭയിൽ തോറ്റെങ്കിലും നിയമസഭയിൽ ജയിക്കാം. അതിനുള്ള സാധ്യത ഉൾപാർട്ടി ചർച്ചകൾ തിരിച്ചറിയണമെന്നതാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട്. പാർട്ടി ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നവരെ കണ്ടെത്താനും സംവിധാനം വരും. പിണറായിക്കും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ അതിശക്തമായ വിമർശനമാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി വിലയിരുത്തൽ യോഗത്തിൽ എത്തുന്നത്. കൊല്ലം ജില്ലയിലെ വിമർശനങ്ങൾ എല്ലാ പരിധിയും വിട്ടതായിരുന്നു. ബാക്കി ജില്ലകളിൽ തിരുത്തലാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ കൊല്ലത്ത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്നും നിർദ്ദേശമെത്തി. ഇവിടെ യോഗത്തെ നിയന്ത്രിച്ചത് MA ബേബിയാണ്. ഏറ്റവും മെച്ചപ്പെട്ട ചർച്ച എന്ന വിശേഷത്തോടെയാണ് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി മറുപടി പ്രസംഗം ആരംഭിച്ചത് തന്നെ. അടിമുതൽ മുടിവരെ തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കുമെന്നും ബേബി പറഞ്ഞു. പിണറായി വിജയനെതിരെ നടന്ന വിമർശനങ്ങളെ ബേബി ഫലത്തിൽ അംഗീകരിക്കുകയായിരുന്നു. പാർട്ടിക്കുള്ളിൽ ഇത്തരം ചർച്ചകൾ അനിവാര്യമാണെന്നും പറയാതെ പറയുകയാണ് ബേബി. അതിനിടെ ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടീമിൽ മന്ത്രിയാക്കേണ്ട എന്ന് തീരുമാനിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിക്ക് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നുവെന്നും ആരോപണമുയർന്നു. എല്ലാ അർത്ഥത്തിലും ബേബിയെ മുന്നിലിരുത്തി പിണറായിയെ കടന്നാക്രമിക്കുകയാണ് CPM ജില്ലാ നേതൃത്വം കൊല്ലത്ത് ചെയ്തത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും വിവിധ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരും എല്ലാം കണ്ണൂരിൽ നിന്നുള്ളതാണ്. തുടർഭരണം കിട്ടിയതോടെ മുഖ്യമന്ത്രിയുടെ മുഖം അഹങ്കാരത്തിൻ്റെതായെന്ന അതിരൂക്ഷ വിമർശനമാണ് കൊല്ലത്തുയർന്നത്. ഈ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ബേബിയും തയ്യാറായില്ല. മൈക്ക് ഓപ്പറേറ്ററോട് മാത്രമല്ല, ചടങ്ങിന്റെ അവതാരകയോട് പോലും മുഖ്യമന്ത്രി തട്ടിക്കയറുന്നു. ഇടതുപക്ഷ സഹയാത്രികനായ ഗീവർഗീസ് മാർ കൂർലോസ് ചെറിയൊരു വിമർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചത് അങ്ങേയറ്റം ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ ഭാഷയിലായിരുന്നു. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളെ പോലെ കഴിവുള്ള മന്ത്രിമാരാരും ഇപ്പോഴത്തെ സർക്കാരിലില്ല. മുഖ്യമന്ത്രി മാത്രം തുടർന്നപ്പോൾ ധനവകുപ്പിൽ TM തോമസ് ഐസക്കിനെയെങ്കിലും നിലനിർത്തണമായിരുന്നു. R ബിന്ദുവിന്റെ മന്ത്രിസ്ഥാനം ബന്ധു നിയമനമായിരുന്നുവെന്നും വിശദീകരണമെത്തി. സാധാരണ യോഗത്തിലെ പ്രധാന നേതാവ് ഇത്തരം പരാമർശത്തെ തള്ളിപ്പറയുകയാണ് പതിവ്. എന്നാൽ ബേബി അതിന് മുതിർന്നില്ല. ഈ ചർച്ചകളിലെ വികാരം ബേബി CPM പോളിറ്റ് ബ്യൂറോയിലടക്കം ഉയർത്താനും സാധ്യതയുണ്ട്. CPM-ൽ തിരുത്തലിന്റെ ഭാഗമായി നേതൃമാറ്റം അനിവാര്യമാണെന്ന ചിന്തയാണ് കൊല്ലത്തുള്ളതെന്ന് വ്യക്തമായി കഴിഞ്ഞു.